ചേച്ചി ഇപ്പൊ വരും. വരട്ടെ, നമുക്കൊട്ടും തിരക്കില്ല. എണ്ണം തെറ്റിലോ? എന്തിനാ ഈ നോട്ട് എണ്ണുന്നേ? ഇവിടെ തരാനാ? ആ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, കാലം പോയ പോക്കേ. മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി. ഊണായാലും ഇഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പുരാട്ടികൾക്ക് ഇരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതയില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി, ആരോടാ പറയേണ്ടത്. ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു, കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ. കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി, നന്ന ക്ഷീണുണ്ടാവൂലോ. എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടിയാണേ, അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്, എന്റെ ഉടല് വിറയ്ക്കണു. വിടാൻ. വയസ്സ് പോരായിട്ടാണോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടു പോവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മഹത്വം എന്നോട് പറയരുത് തിരുമേനി. കൂട്ടുപരയിൽ ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്ത ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി, നാലുകെട്ടിൽ പട്ടിണിയായപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി എന്റെ 7ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. എടവണ്ണ പാലൂര് മനക്കൽ കിടന്നു ഈടെ അങ്ങേര് നരകിച്ച് ചത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാടിനേളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി, സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കൂ ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ. ഇതിൽ പറയുന്ന കോഡ്ലെസ് ഫോണിന് 3000 രൂപ വില വരും. തരാം. എന്നാലും വേണമല്ലേ? നീ ഏതാ മോളെ? നിന്റെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പ്രൈവറ്റ് ടാക്സി ആവും. നമ്മുടെ ജെയിംസിന് ഇപ്പൊ ഇറക്കിപ്പോയ വണ്ടിയാ. ആണോ? കൊള്ളാമല്ലോ. പിന്നെ സാധനം ഇതിലുണ്ട്. എന്താ ഇത്ര താമസിച്ചത്? ദയവ് ചെയ്ത് എന്നെ ഇത്തരം സ്ഥലത്തേക്ക് ഇനി അയക്കരുത്. എന്തു പറ്റി? ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ എനിക്ക് കഴിയില്ലെനി. ഇത് നിങ്ങളുടെ കാര്യത്തിലാണ്. കഴിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോയേക്കാം. അതിനല്ലല്ലോ ഞാൻ ഇത്രയും സഹിക്കുന്നത്. ഇറച്ചിയും മീനും വെക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ജലപാനം തൊടാറില്ല. ഇന്നേക്ക് 2ആയി മുഴുപട്ടിണിയ. എന്റെ അനിയനെ ഓർത്ത എല്ലാം സഹിക്കുന്നത്. ഇനിയെങ്കിലും പറയൂ, ആ തെളിവുകൾ എപ്പോൾ കിട്ടും? നിങ്ങൾ എന്നും അത് ആവർത്തിച്ച് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ,
അത് മംഗലാപുരത്തുള്ള ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അവനോട് എത്തും. നിങ്ങൾ വെക്കളൂ. ഹലോ ഹലോ, ആരെ വിളിച്ചത്? റിങ് ചെയ്ത പോലെ തോന്നി. എടുത്തപ്പോ ഡെഡായി. നമ്മുടെ ടെലിഫോൺ നാറികളും. എവിടെ പോയിരുന്നു? കാറ്റുകൊള്ള. ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ടാൽ? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട് ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ. അത് വിശ്വസിച്ച് ഞാൻ അവർക്ക് വാക്ക് കൊടുക്കും. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ നോക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട. $50,000 ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് ആ പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവർ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ നിന്റെ അച്ഛനോട് ചോദിക്കുന്നത്.
ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ. മകന്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നറിയും? ഗീതയില്ലേ? ഞാനും തിരുവനന്തപുരത്ത് കൊണ്ട് കുഴപ്പമായ അവളുടെ അനുജത്തി. ചേച്ചിയുടെ ജോലി എന്താണെന്ന് അറിയാമല്ലോ. വിൻസെന്റ് മകനൊന്ന് ഉപദേശിക്കണം. ഈ പോക്ക് നമ്മൾ എന്താടാ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ആർക്കാണ് കൊണ്ടുവന്നേ? അറിയില്ല സാർ. അറിയില്ലേ? വണ്ടി ഇവിടെ എത്തിയ ഈ നമ്പർ വിളിക്കാനാണ് സാർ പറഞ്ഞത്. 74584 ഇവിടുത്തെ ഫോൺ നമ്പറാണോ? അതെ. എനിക്ക് വീടൊന്ന് പരിശോധിക്കണം. സെർച്ച് വാറന്റ് ഉണ്ട്. അത് ഐ എം സോറി, എന്റെ ഡ്യൂട്ടിയാണ്. ഏതാണ്ട് 2.5 കോടി രൂപയുടെ സിമന്റ് ഇറക്കുമതി ചെയ്തതായിട്ട് ഈ ഫയലിൽ കാണുന്നുണ്ട്. ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്ത ഈ സിമന്റ് അത്രയും സ്വകാര്യ ഏജൻസികൾക്ക് ബ്ലാക്കിൽ വിറ്റതായും രേഖയുണ്ട്. ചാക്കോച്ചന്റെ കൊലപാതകവുമായി ഇടപാടുകാർക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഏതാനും എവിഡൻസുകൾ ഈ ഫയലിലുണ്ട് സർ. ഐ സി. കണ്ടിടത്തോളം അത്ര നിസ്സാരന്മാരല്ല ഇതിന്റെ പിന്നിൽ. പെട്ടെന്ന് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കേസുമില്ലത്. ബാലു, ഇത് സംബന്ധിച്ച് മറ്റു വല്ല റെക്കോർഡുകളും തന്റെ കയ്യിലുണ്ടോ? ഇല്ല സർ, ഞാൻ എല്ലാം ഏൽപ്പിച്ചു. ഗുഡ്. ഞാനതൊക്കെ ഒന്ന് പഠിക്കട്ടെ.
എന്നിട്ട് മതി അടുത്ത നീക്കം. നിസ്സാരമായ ഒരു പഴുത് കിട്ടിയാൽ അവന്മാർ രക്ഷപ്പെടും. വി മസ്റ്റ് നോട്ട് അലോ ദാറ്റ് സർ. അതുവരെ ഈ റാക്കറ്റിനെ പറ്റി നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി സർ. എനിഹൗ യു ഹാവ് ഡൺ സംതിങ് വെരി കമൻഡബിൾ ബാലു. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. വക്കീലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരം വിൻസെന്റ് വിളിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായി. ഇല്ലായിരുന്നെങ്കിലോ? ദാറ്റ് ബലറാം ഇസ് എ ഡെയർ ഡെവിൾ. മുൻപും പിൻപും നോക്കാത്ത പ്രകൃതമാണ് മനുഷ്യൻ. കംപ്ലീറ്റ് റെക്കോർഡ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്ത് നേരെ കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇയാളുടെ കാര്യപ്രാപ്തി വിൻസെന്റിന് ചന്ദ്രായിരിക്കും ബോധ്യമായില്ല. അത് കുമാർ സാർ പറയുന്നത് പോലെ ഞാൻ അടക്കണ വക്കീല് കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയ അതിൽ ഉയരി പണയം വെച്ച മറ്റുള്ളവർ പലതും മറക്കുന്നത്. കൂട്ടത്തിൽ 5-6 ലക്ഷം കടലാസ് ഒതുക്കി വെക്കാൻ ത്രാണിയില്ലാത്ത ഇയാളുടെ ന്യായപ്രസംഗമൊന്നും കേൾക്കണ്ട.